ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനിന്നുണ്ടല്ലോ ഒരു ചെറുതായിട്ടൊരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് എങ്ങനെ ചൊല്ലിയിട്ട് ഇതുണ്ടല്ലോ. ഞാൻ പച്ചപ്പയറും പിന്നെ മുതിര ചെല്ല മാംഗ്ലൂരെല്ലാം കൂടു ചേർന്ന് പിന്നെ പച്ച ബട്ടാണി ഇതിനെ തണ്ണിയിലിട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഉച്ചക്കിട്ടെങ്കിൽ ജാവളം വെച്ചിന് ജാവ പിന്നെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കണ്ണുള്ള പാത്രത്തിലിട്ട് അരിപ്പ പോലത്തെ സാധനത്തിലിട്ട് വെച്ചാൽ ഉണ്ടല്ലോ നല്ല മുളച്ചിട്ട് വരുന്നത്. അതിനുണ്ടല്ലോ ചെറിയ പാക്കറ്റ് നമുക്ക് മേങ്ങാൻ കിട്ടുന്നു, ചെറുത് 1/4 കിലോ 1/2 കിലോ ഇങ്ങനെയുള്ള മേങ്ങാൻ കിട്ടുന്നു പ്ലാസ്റ്റിക്കിൻ്റെ പീടികയിൽ. അവിടെ നിന്ന് 100 ഗ്രാംസിൻ്റെ പാക്കും കൊടുത്തിട്ടുണ്ടല്ലോ. ഓരോരോ ഇതിനെ വേറെതായിട്ട് തന്നെ 100 ഗ്രാംസ് ഇട്ടിട്ട് പാക്കിംഗ് ആക്കിയിട്ട് ഞാൻ സെയിലാക്കുന്നത് ഇത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെറുതായിട്ടൊരു ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ ചെല്ലിട്ടറിയൂ. പിന്നെ ഓൺലൈനിൽ ചെറിയ ഈ തൂക്കാക്കുന്ന സാധനവും കിട്ടുന്നത്. ഇനി വലിയ റേറ്റൊന്നുമില്ല, മീഷോയിലെല്ലാം ചെറിയ റേറ്റിന് കിട്ടുന്നത്. ഇനി ഞാൻ 310 രൂപ അത്രയും കൊടുത്തിനത്. അതിലുണ്ടല്ലേ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ ഇപ്പോൾ ചെറിയ സാധനം മതി. പിന്നെ വേണമെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിലായിക്കോളാം. അപ്പോൾ ഞാൻ 100 ഗ്രാംസിന് ഇത് കാക്കിലത്തിനെല്ലാം പാക്ക് ആക്കുന്നത്. ഇപ്പം ഞാൻ 100 ഗ്രാംസിൻ്റെ പാക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ട് കാണിക്കുന്നത്. ഇത് ഇത്ര തന്നെ 100 ഗ്രാംസിൽ ഇട്ടിട്ടുണ്ടല്ലേ. സപ്ലൈസർ പിന്നുണ്ടല്ലേ, അതടിച്ചാൽ മതി 2 മടക്കാക്കിയിട്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരുന്നത്. ചെറുതായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ആക്കണമെന്ന് ആശ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നോക്കി ഇതുപോലെ ആക്കി. ഇത് നമ്മൾ പെരൻ്റെ തന്നെ നിരക്കര ഇങ്ങനത്തെ ജാഗയിലെല്ലാം ഉണ്ടല്ലോ സെയിലാക്കാൻ ഞാൻ എളുപ്പമാണ്. എല്ലാവരും മേങ്ങുന്നു ചെറിയ പാക്കിംഗ് ആകുമ്പോൾ 20 രൂപയ്ക്ക് സെയിലാക്കാം 100 ഗ്രാംസിന്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടും, വലുതല്ല ചെറുങ്ങനെ കിട്ടും. അപ്പോൾ മുതിരക്കാൻ വില കുറവുണ്ടല്ലോ, പച്ചപ്പയറിന് കുറച്ച് റേറ്റ് ആറുണ്ട്. അപ്പോൾ മിക്സ് ആക്കിയിട്ടും കുറച്ചാളും മിക്സ് ആക്കിയിട്ടും ആക്കുന്നവർ. ഞാൻ മാത്രം വേറെ തന്നെ ആക്കിയിട്ട് പാക്കിംഗ് ആക്കിയിട്ട് ഉടനെ എൻ്റെ നിരക്കരലെല്ലാം സെയിലാക്കുന്നത്. വേണമെങ്കിൽ പോണാക്കിയിട്ടെല്ലാം കേൾക്കുന്നവർ കൊടുക്കാൻ ഞങ്ങൾക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ എളുപ്പമാണ്. ഇത് കുറച്ച് ഒരു 4-5 നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ആക്കാനാണ്. വലിയ ഒന്നും ബെടക്കായിട്ട് പോകുന്ന സാധനം എന്തല്ല, 4-5 ഇങ്ങനെ സ്റ്റോർ ആക്കിയിട്ട് വെക്കാം ഫ്രിഡ്ജില്ലെങ്കിൽ നമുക്ക് ഈ പാക്ക് പൊട്ടിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് വെക്കാം. അതുപോലെ ഉണ്ടല്ലേ ഇതിൻ്റെത് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടുണ്ടല്ലേ. സിമ്പിൾ ബിസിനസ് ഇത് നോക്കിയതാ. പാക്കിംഗ് എല്ലാം റെഡി ആയിന്. ഇതിനെല്ലാം ഞാൻ സെയിലാക്കിയ ഈ പാക്കിംഗ് ആക്കി. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാട്ടുന്നത് ഇന്നാലാക്കിയ വീഡിയോ ഇന്ന് കാണിച്ചുകൊണ്ടുള്ളത്. ഇതെല്ലാം ഞാൻ സെയിലാക്കിയിട്ടായിന്. ചെറിയ പാക്കിങ് 100 ഗ്രാംസിൻ്റെ ഇത്. നിങ്ങൾ ഇങ്ങനെ ആക്കണം ചെല്ലിട്ട് പരലും ഉണ്ടാതിരിക്കുമ്പോൾ ബോറടിക്കുന്നത് ഇങ്ങനെ ആക്കി. എനിക്ക് പറഞ്ഞുള്ളൂ ബോറടിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ എല്ലാം ഓരോന്നും ഐഡിയ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, കിച്ചണെല്ലാം ക്ലീനിങ് ആക്കി. എൻ്റെ ചെറിയ കുഞ്ഞ് കിച്ചൺ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെറിയ കിച്ചണായെങ്കിലും. കിച്ചൺ നീട്ടാക്കി വെച്ചാൽ കൊണ്ടല്ലോ ഇത്ര ചെറുതാകുമ്പോൾ നമുക്കൊരു കൊസി കിട്ടുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബെഡ്റൂം കുറച്ച് ക്ലീൻ ആക്കാൻ ചെല്ലിയിട്ട് കുറച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തുണിയെല്ലാം ഉണങ്ങുന്നില്ലല്ലോ. എല്ലാം പാൻ്റ് അടിയിലെല്ലാം ഇട്ടിട്ട് ഉണക്കിയിട്ടുണ്ടല്ലോ. 2-3 നാളായി. അപ്പോൾ അതിനെല്ലാം ഞാനിപ്പോൾ ഒന്ന് വേറെ സെറ്റാക്കി വെക്കുന്നു. മോൻ്റെതും മോളതും എൻ്റെതെല്ലാം മടക്കിയിട്ട് ഒത്തരാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ ബെഡ്ഷീറ്റെല്ലാം ക്ലിയർ ആക്കിയിട്ട് വെച്ചുകൊണ്ടല്ലോ നമുക്ക് എന്തോ ഒരു കാണുമ്പോൾ തന്നെ ഒരു മടി പിടിച്ച പോലെ ഇരിക്കുന്നില്ല. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ തീർക്കുന്നു. എൻ്റെ പണിയെല്ലാം തീർത്തിട്ടുണ്ടല്ലേ. നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ സീതാ ഞാൻ കൊച്ചിലേക്ക് ചെല്ലാം കിച്ചണിക്ക്. എൻ്റെ വാസൽ കൊച്ചിയിൽ ചെല്ലുന്ന. അപ്പോൾ കിച്ചണിൽ പോയിട്ടുണ്ടല്ലോ നല്ലൊരു അടിപൊളിയായിട്ടുള്ളല്ലേ ചിക്കനും പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. നല്ലൊരു മസാലക്കറി. ഇത് നിങ്ങൾ ആക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ ട്രൈ ആക്കി നോക്കണം. സിമ്പിൾ കുക്ക്. അതേപോലെ ഉണ്ടല്ലോ ഈസിയിലാക്കാനാണ്. കുറച്ച് വെള്ളുള്ളി ശുണ്ഠി പേസ്റ്റ് കുത്തിരിട്ടത് ഞാൻ. പിന്നെ നീരുള്ളി ടൊമാറ്റോ പച്ചമുളകൊക്കെ ഇട്ടിട്ട് മിക്സാക്കി ഉപ്പിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്യാരറ്റ് ബട്ടാട്ട ഇനി ഒരു പീസ് വെള്ളരിക്ക ഇട്ടിനി. പിന്നെ ഒരു സാധനം ഇട്ടിന് എന്തറിയോ, നമ്മൾ വേവിക്കുന്ന കേങ്ങുണ്ടല്ലേ, പിന്നെ പൊടിയെല്ലാം ആക്കുന്ന ആ കേങ്ങിൻ്റെ ഉണ്ടല്ലേ ചെറിയൊരു പീസ് ഇട്ടിന്. അത് ഇങ്ങനെ ഞങ്ങൾ ഈനെല്ലാം ഇട്ട് സാമ്പാർ ഈനെല്ലാം ഇട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്, ചെറുതായിട്ട് മധുരമായിട്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടല്ലേ ഗരം മസാല കുറച്ച് ഇതെല്ലാം ഇട്ടിട്ടാണ് സിമ്പിളായിട്ട് ആക്കാനാണ്. പിന്നെ ചിക്കനല്ലേ ബോൺലെസ് എടുത്തുന്നത്, മുള്ളില്ലാത്ത ചിക്കൻ. അപ്പം മുള്ളില്ലാത്ത ചിക്കൻ തന്നെ ചെറുതായിട്ട് കട്ടാക്കണം. ഇട്ടീൻ്റെ മാതിരിക്ക് ചെറിയ ഇട്ടി വരുന്നല്ല അത്രയൊക്കെ കട്ടാക്കി എടുത്താൽ മതി. നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആക്കുന്നത് മാത്രം. തിന്നുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ ചെല്ലങ്ങല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് വന്നിട്ടുണ്ടല്ലോ മൊബൈൽ കാണിക്കുന്നത്. മോനെന്തോ മൊബൈലിലെന്തോ കിട്ടിയില്ല, അങ്ങനെ അതിനെനിക്ക് കാണിച്ചു കൊണ്ടുപോകും നടുവിൽ വന്നിട്ട്. ഇതിപ്പോൾ അവൻ്റെ മുണ്ടി കൊണ്ട് ഞാൻ കറി വെച്ച് ഓണിലൂടെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ആക്കാൻ അതല്ല നമ്മൾ എളുപ്പത്തിലാണെന്നല്ല നമ്മൾ നോക്കുന്നത്. അങ്ങനെ എൻ്റെ കറി ഇതിപ്പോൾ ഉണ്ടല്ലോ. ഇനി കുറച്ച് കൊത്തമ്പരി ചപ്പ് ഇട്ടാൽ ഉണ്ടല്ലോ ഇന്നത്തെ എൻ്റെ കറി പെട്ടെന്നുള്ളൊരു മസാല കറി, ഭയങ്കര ടേസ്റ്റിൻ്റെ കറി. നിങ്ങൾ ഉണ്ടല്ലോ ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ആക്കി ചെല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, എന്തായെങ്കിലും മറക്കണ്ട. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ
ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും ബൈ ഇൻഷാ